ആഗോളതലത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള താരിഫിൻ്റെ വിഷയത്തിലുണ്ടായ ചലനങ്ങൾക്ക് ശേഷം ഇന്നിപ്പോൾ ചരിത്രപരമായ ഒരു കരാറിൽ യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ ഒപ്പിട്ടിരിക്കുകയാണ്. ഈ നീക്കത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തണം. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും വളരെ ദീർഘകാലത്തെ ചർച്ചകൾക്ക് ശേഷം 2026 ജനുവരി മാസം 27 സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ടിരിക്കുകയാണ്. ഈ ഒപ്പിട്ടുകൊണ്ട് ലോക നേതാക്കളും പത്രമാധ്യമങ്ങളും വിശേഷിപ്പിക്കപ്പെട്ടത് മദർ ഓഫ് ആൾ ഡീൽസ് എന്നാണ് വിശേഷണമാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ നേട്ടങ്ങളെ സംബന്ധിച്ച് ആദ്യം വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഇന്ത്യയുടെ ഏതാണ്ട് 99% ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്യൻ വിപണിയിൽ എളുപ്പത്തിൽ പ്രവേശനം ലഭിക്കും. അതിൽ പ്രധാനമായും ടെക്സ്റ്റൈൽസ്, അതുപോലെ സുഗന്ധ വ്യഞ്ജനങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ, ആഭരണങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്യൻ മാർക്കറ്റിൽ യഥേഷ്ടം വിൽപ്പന നടത്തുവാനുള്ള ഒരു അന്തരീക്ഷം ഈ കരാറിലൂടെ ഇന്ത്യക്ക് ഉണ്ടായിരിക്കുകയാണ്. അതേപോലെ യൂറോപ്യൻ യൂണിയനിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന BMW പോലെയുള്ള, അതേപോലെ ഒലിവ് ഓയിൽ, ചോക്ലേറ്റ്, വൈൻ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ, അതേപോലെ നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ ഉള്ള BMW, റോൾസ് റോയ്സ് കാറുകൾ ഉൾപ്പെടെ ഇന്ത്യൻ വിപണിയിൽ ഇറങ്ങുകയും വിലക്കുറച്ച് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ വ്യാപാര കരാറിലൂടെ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന അഭിപ്രായം എന്ന് ആണ് ഇപ്പോൾ കാണുവാൻ കഴിയുന്നത്. ഇറക്കുമതി തീരുവ ഗണ്യമായി കുറയുന്നു. അതായത് ഉദാഹരണത്തിന് പറഞ്ഞാൽ കാറുകളുടെ നികുതി 110% നിന്നും 40% വരെയായി കുറവുകൾ സംഭവിക്കും എന്നുള്ളതാണ് ഈ കരാറിലൂടെ ഇന്ത്യ പറഞ്ഞു വെക്കുന്നത്. അതേപോലെ തൊഴിലവസരങ്ങൾ, IT പ്രൊഫഷണലുകൾ, മറ്റ് വിദഗ്ധ തൊഴിലാളികൾക്കും യൂറോപ്പിൽ ജോലി ചെയ്യുന്നതിനും താമസിക്കുന്നതിനും കൂടുതൽ ഇളവ് ലഭിക്കുമെന്നുള്ളതാണ് ഈ കരാറിലൂടെ ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത്. ഇതിൻ്റെ വെല്ലുവിളികളെ സംബന്ധിച്ച് നാം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഈ കരാറിനെ വിമർശനാത്മകമായി കൂടി നോക്കിക്കാണുന്നുണ്ട്. യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ കുറഞ്ഞ വിലയ്ക്കെത്തുമ്പോൾ ഇന്ത്യയിലെ ചെറുകിട വ്യവസായങ്ങൾ, ചെറുകിട സംരംഭങ്ങൾ, പ്രത്യേകിച്ചും സംസ്കരിച്ച ഭക്ഷണപദാർത്ഥങ്ങൾ അതിനെ ബാധിക്കുമെന്ന് പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോൾ തന്നെ പറയുകയാണ്. ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള ചെറുകിട സംരംഭങ്ങളെ ഈ കരാർ മൂലം ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യാഘാതമായി ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ പറയുന്നത്. അതേപോലെ പാരിസ്ഥിതിക നിയമങ്ങൾ, യൂറോപ്പിൽ നിലനിൽക്കുന്ന പാരിസ്ഥിതിക നിയമങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് തൊഴിൽ നിയമങ്ങൾ ഇന്ത്യൻ കമ്പനികൾക്ക് അവിടെ പാലിക്കുവാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ വിമർശനാത്മകമായി മുന്നോട്ട് വെക്കുകയാണ്. അതേപോലെ തന്നെ അമേരിക്കയുടെ നിലപാട്, അമേരിക്കയുടെ വ്യാപാര താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി നീക്കമായിട്ടാണ് അമേരിക്ക ഇതിനെ നോക്കിക്കാണുന്നതും വിലയിരുത്തപ്പെടുന്നത്. ഇത് ആഗോളതലത്തിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക്, സമ്മർദ്ദങ്ങൾക്ക്, വെല്ലുവിളികൾക്ക് കാരണമാകും എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് ഉണ്ടായ വിപ്ലവാത്മകമായ ഒരു മാറ്റമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട യൂറോപ്യൻ യൂണിയനും ഇന്ത്യയുമായുണ്ടായ ഒരു കരാറിൻ്റെ ഗുണങ്ങളും പ്രത്യാഘാതങ്ങളും ഇന്ത്യൻ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വിലയിരുത്തുവാൻ ഞാൻ തയ്യാറായത്.